വെൽക്കം ടു PSC Q&A. PSC കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള മലയാള സിനിമയിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് നോക്കാം. അതിൽ മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ. 1928 വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ സിനിമ. വിഗതകുമാരന്റെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും JC ഡാനിയൽ ആയിരുന്നു. 1933 മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങി. മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമാണ് ബാലൻ. 1938 TR സുന്ദരം നിർമ്മിച്ച് S നൊട്ടോണി സംവിധാനം ചെയ്ത ബാലൻ. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ്. നീലക്കുയിൽ. 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമാണ്. സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീന്. ആദ്യ മലയാള സിനിമാസ്കോപ്പ് ചിത്രം 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പുവാണ്. മലയാളത്തിലെ ആദ്യ 70mm ചിത്രമാണ് പടയോട്ടം. 1973 MT സംവിധാനം ചെയ്ത നിർമ്മാല്യം നല്ല ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. നിർമ്മാല്യം ചിത്രത്തിലൂടെ PJ ആന്റണിക്ക് മലയാളത്തിൽ നിന്ന് ഭരത് അവാർഡ് നേടുന്ന ആദ്യ നടനായി. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി. ഏറ്റവും അധികം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടനാണ് പ്രേം നസീർ. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടു. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത്. 1969 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തി. 1969 തൊട്ടിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയത്. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ആണ് ആലപ്പുഴ ജില്ലയിലെ ഉദയ. 1947 M കുഞ്ചാക്കോയാണ് ഈ സ്റ്റുഡിയോ ആരംഭിച്ചത്. മലയാള സിനിമയ്ക്ക് നൽകുന്ന ആയുഷ്കാല സംഭാവനകൾ പരിഗണിച്ചു നൽകുന്ന അവാർഡാണ് JC ഡാനിയൽ അവാർഡ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 1980 തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത്, ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിൽ. 1989 ഷാജി N കരുൺ സംവിധാനം ചെയ്ത പിറവിയാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് പിറവി. ഷാജി N കരുൺ ആണ് സംവിധാനം ചെയ്തത്. ദേശീയ അവാർഡ് നേടിയ സംവിധായകരാണ് അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഷാജി N കരുൺ, TV ചന്ദ്രൻ, ജയരാജ്, രാജീവ് നാഥ്. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നേടിയവരാണ് ശാരദ, മോനിഷ, ശോഭന, മീര ജാസ്മിൻ, സുരഭി ലക്ഷ്മി തുടങ്ങിയവർ. മലയാള സിനിമയുടെ വികസനം ത്വരിതപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ 1975 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയവരാണ് 1973 PJ ആന്റണി നിർമ്മാല്യം, 1977 ഗോപി കൊടിയേറ്റം, 1980 ബാലൻ K നായർ ഓപ്പോൾ, 1988 പ്രേംജി പിറവി, 1989 മമ്മൂട്ടിക്ക് മതിലുകൾ ഒരു വടക്കൻ വീരഗാഥയ്ക്ക്, 1991 മോഹൻലാൽ ഭരതം, 1993 മമ്മൂട്ടി വിധേയൻ പൊന്തന്മാർ. 1997 ദേശീയ പുരസ്കാരം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് സുരേഷ് ഗോപിക്കും ബാലചന്ദ്ര മേനോനാണ്. സുരേഷ് ഗോപിക്ക് കളിയാട്ടത്തിനും ബാലചന്ദ്ര മേനോന് സമാന്തരങ്ങൾ. 1998 മമ്മൂട്ടിക്ക് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയ്ക്ക് കിട്ടി. 1999 മോഹൻലാലിന് വാനപ്രസ്ഥത്തിന്, 2001 മുരളിക്ക് നെയ്ത്തുകാരൻ, 2010 സലീം കുമാറിന് ആദാമിന്റെ മകൻ അബു, 2014 സുരാജ് വെഞ്ഞാറമൂട് പേരറിയാത്തവർ.